Hi friends, നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാംഗോ ട്രഫിൾ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. മാംഗോ ഷേപ്പിലൊക്കെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഫ്രഷ് മാംഗോ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത്. അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ നോക്കുക, കാരണം ഞാൻ ഇതിൽ ഒരുപാട് ടിപ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനു മുന്നേ നമ്മളൊരു പൈനാപ്പിൾ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രഷ് പൈനാപ്പിൾ വെച്ചിട്ട് കേട്ടോ. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആണ് ഇത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നമ്മുടെ ചാനൽ കാണുന്നത്, നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മാംഗോ ട്രഫിൾ കേക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ 2 പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് നന്നായി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആ മാങ്ങയുടെ പീസ് മാത്രമാണ് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ അരച്ചതിന് ശേഷം മെഷർമെൻറ്റ് കപ്പിലൊന്ന് നോക്കിയപ്പോൾ 1.25 കപ്പ് ഉണ്ട് കേട്ടോ ഇത്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് ഈ മാംഗോ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതിന് നല്ല മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. എനിക്കിപ്പോൾ ഇതിന് ഒരുപാടങ്ങ് മധുരം ഇല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഒരു 1/4 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ടൈപ്പ് ഇത് കുറച്ചൊന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതായിപ്പോൾ 4 മിനിറ്റോളായിട്ടുണ്ട് കേട്ടോ ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ആറുമ്പോഴത്തേക്കുണ്ടല്ലോ കുറച്ചും കൂടി ഒന്ന് തിക്കാവും. അതുകൊണ്ട് നമുക്ക് ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ചൂട് മൊത്തം മാറാനായിട്ട് നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. കേക്ക് ബാറ്റർ റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ 18 സെൻറ്റിൻ്റെ കേക്ക് ടിൻ എടുത്ത് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നരച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു ബൗളെടുത്ത് ഇതിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്ത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3 തവണ അരിച്ചെടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഇത് 3 തവണ അരിച്ചെടുത്തിട്ട് ഇനി സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ളതും വെള്ളത്തിൻ്റെ അംശം പോലും ഒട്ടും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ബൗളെടുത്ത് ഇതിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് എഗ്ഗ് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നിടം വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് മാംഗോ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതായിപ്പോൾ എഗ്ഗ് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്ലഫി ആകുന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചതിന് ശേഷമാണ് ഞാൻ 1/4 കപ്പ് അളന്നെടുത്തിട്ടുള്ളത്. ഇതായിപ്പോൾ എഗ്ഗ് നല്ല ഫ്ലഫിയായി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മാംഗോയുടെ ക്രഷ് ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 2 സ്പൂണ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മാംഗോ കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് യെല്ലോ കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 3-4 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മാംഗോയുടെ മിക്സ് കിട്ടും, അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കളറിന് വേണ്ടിയിട്ട് ജെൽ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മാംഗോയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത ആ ക്രഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 4 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് നമ്മൾ ചെയ്യണത്
ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ, ഓവനിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാത്രം പ്രീ ഹീറ്റ് ആക്കാനായിട്ട് 10 മിനിറ്റോളമായിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് ബാറ്റർ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് 30 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഓവനിലാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഇതായിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തുറന്ന് നമുക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഒന്ന് നോക്കട്ടെ. ഇതാ ഒട്ടി പിടിക്കുന്നതൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കേക്കിൻ്റെ ചൂടൊന്ന് ആറുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി വയ്ക്കാം. ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ച് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ. നന്നായിട്ട് ഷുഗറൊക്കെ മെൽറ്റായി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തണുക്കാനായിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് നമ്മൾ ആദ്യം ചെയ്തെടുത്ത മാംഗോയുടെ ക്രഷ് ഉണ്ടല്ലോ, അതാണിത്. അപ്പോൾ ഇതിൽ നിന്നൊരു 4 ടേബിൾ സ്പൂൺ ഞാനൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. കാര്യം നമ്മളുടെ കേക്കിൻ്റെ ലെയർസിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഇതാ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പ് ഇപ്പം നന്നായിട്ട് ചൂട് മാറിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ മാംഗോയുടെ ക്രഷ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് വെറ്റ് ചെയ്യാനുള്ള മാംഗോ സിറപ്പും അതേപോലെ തന്നെ കേക്കിൻ്റെ ലെയർസിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ക്രഷും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. 1/2 മണിക്കൂറൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ റിച്ചിൻ്റെ 2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ കളർ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മാംഗോയുടെ ക്രഷ് ആഡ് ചെയ്യുകയോ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ല. വൈറ്റ് വിപ്പിംഗ് ക്രീമിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഐസിങ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇതും 1/2 മണിക്കൂർ നേരത്തേക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ചൂട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ലെയർസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ കേക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്തിട്ട് പോലെ നല്ല അടിപൊളി സോഫ്റ്റാണ് കേട്ടോ. ഇതാ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുവാണേ. ഇതായിപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിൾ എടുത്ത് വെച്ച് ഇതിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്ത് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുകയാണേ. എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ മാംഗോ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാംഗോ സിറപ്പ് ഇത്രയും നേരം ഫ്രിഡ്ജിലിരിക്കുമായിരുന്നല്ലോ, നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ തന്നെ വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരുന്ന മാംഗോ ക്രഷ് ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ മാംഗോയുടെ പീസസ് ആയിട്ടും വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മാംഗോ ഒക്കെ നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്ന സമയമായതുകൊണ്ട് തന്നെ ഫ്രഷ് മാംഗോ വെച്ചിട്ട് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഫ്രഷ് മാംഗോ കിട്ടാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ബ്ലൂബെറി കേക്കൊക്കെ ചെയ്തപ്പോൾ നമ്മളൊരു ക്രഷ് യൂസ് ചെയ്തില്ലേ, അതേപോലെ തന്നെ മാംഗോയുടെ ക്രഷും വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. പിന്നെ ഈ ലെയർസിലൊക്കെ നിങ്ങൾക്ക് ക്രഷ് ഇങ്ങനെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് മാംഗോ ഫ്ലേവറിലുള്ള ചോക്ലേറ്റ് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടാലും മതി കേട്ടോ. അപ്പം നെക്സ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ ഞാൻ മൊത്തം കേക്ക് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ 3 ലെയർ കേക്കും വെച്ചു, ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഇത്രയും വരെ ചെയ്തപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മ ഇത് മാംഗോ ഷേപ്പിൽ ചെയ്താൽ മതിയായിരുന്നു ഈ കേക്കല്ലേന്ന്. അപ്പോൾ പിന്നെ ഞാൻ കരുതി എന്നാൽ പിന്നെ ശരി മാംഗോ ഷേപ്പിൽ തന്നെ ചെയ്യാമെന്നുള്ളത്. തൽക്കാലം ഞാനത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. 1/2 മണിക്കൂർ ഒന്ന് തണുത്തതിന് ശേഷം മാംഗോ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ മാംഗോയുടെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുവാണേ. ഇതായിപ്പം മാംഗോ ഷേപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇത് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇത് വേസ്റ്റ് ഒന്നും ആവില്ല കേട്ടോ, നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം അത്രയും കൂടുതൽ അങ്ങോട്ട് മാംഗോയുടെ ഷേപ്പ് ആയില്ല കേട്ടോ. ഇത് നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഷേപ്പ് വരുത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം.
ഇതേപോലൊരു കാർഡ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണേ. ഞാൻ കൂടുതലായിട്ടും ചോക്ലേറ്റ് ഡെക്കറേറ്റിംഗ് ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടും. പക്ഷേ ചോക്ലേറ്റ് ഡെക്കറേറ്റിംഗ് ഷീറ്റ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാർഡ് യൂസ് ചെയ്ത് ഷേപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ അത്യാവശ്യം ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ കേക്ക് ബോർഡ് ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനായിട്ട് ഞാനൊരു ഗ്ലേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു നാളെ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഗ്ലേസ് ഒഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഗ്ലേസ് നാളെ ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ കേക്ക് ഉണ്ടല്ലോ, അത് ഇത്രയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് പിന്നെയും കുറച്ച് കേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ക്രീം പിന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്തത്. ഇത് തണുത്തപ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ പിറ്റേന്നായി കേട്ടോ ഞാൻ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ടൊരു ഗ്ലേസ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നല്ലതുപോലെ തന്നെ തണുത്തിരിക്കുകയാണ്, ഞാൻ വെളിയിലേക്ക് എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഗ്ലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പം എന്താ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നാരുള്ള മാങ്ങയാണെങ്കിൽ നമ്മളൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നാരൊന്നുള്ള മാങ്ങയല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അരിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇനി ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കോൺഫ്ലോറൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് കലരുന്ന പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പിഞ്ച് സാൾട്ടും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കോൺഫ്ലോർ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് തിക്കായി വന്നോളും കേട്ടോ. ഇപ്പം കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ചിരുന്ന ആ മാങ്ങ ഉണ്ടല്ലോ, അത് 1 കപ്പോളം ഉണ്ട്. അത് ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ഒന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഇത് തിക്കാവും കേട്ടോ ചൂടാറുമ്പോഴത്തേക്ക്. കേക്കിൽ നമ്മൾ മുകളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഒലിച്ചു പോവുകയും ചെയ്യരുത്, എന്നാൽ കട്ടിയായിട്ടിരിക്കുകയും ചെയ്യരുത്. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഓഫ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് യെല്ലോ ജെൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂട് മാറാനായിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. മാങ്ങയുടെയോ കോൺഫ്ലവറിൻ്റെ എന്തെങ്കിലും ഒരു അലിയാതെ ഇങ്ങനെ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ലൈറ്റായിട്ടുള്ള ചൂടേ ഉള്ളൂ ഇപ്പോൾ കേട്ടോ. നമ്മളുടെ കേക്ക് നന്നായിട്ട് തണുത്തിരിക്കുകയാണ്. ഒരുപാട് അങ്ങ് തിക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. തണുത്തിരിക്കുന്ന കേക്കിൻ്റെ മുകളിലേക്ക് ഞാനിപ്പം ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലായിടത്തും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഐസിങ് നൈഫ് വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. സൈഡിലൊക്കെ ആകാത്തിടത്ത് ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്ലേസ് എല്ലായിടത്തും ഒഴിച്ചതിന് ശേഷം കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് വന്ന കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാംഗോ കേക്കിന് കുറച്ച് ലീഫൊന്ന് വരച്ച് കൊടുക്കാനാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീം പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. ലീഫിൻ്റെ നോസിലാണ് ഇട്ടിട്ടുള്ളത്. മാംഗോയുടെ ലീഫ് ഇത്തിരി നീളമുള്ള ആയതുകൊണ്ട് തന്നെ കുറച്ച് നീളത്തിൽ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ലീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മാങ്ങയുടെ കറയൊക്കെ വരുന്നിടത്ത് ഇങ്ങനെ ഒരു ചെറിയ തണ്ടുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു ചെറുതായിട്ടൊന്ന് ഒടിച്ചിട്ട് ഈ സ്റ്റിക്ക് ഒന്ന് കുത്തി കൊടുക്കുവാണേ. ആ സ്റ്റിക്ക് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. ഇനി ഈ സ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്രീൻ കളർ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള മാംഗോ ഷേപ്പിലുള്ള മാംഗോ ട്രഫിൾ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാംഗോ ട്രഫിൾ കേക്ക് നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയില്ലേ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇതിന്റെ ടേസ്റ്റും കൂടി ഞാൻ പറയാം. ഇതാ നോക്കിയാൽ ലെയർസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ.
സത്യം പറഞ്ഞാല് ഞാൻ ഉണ്ടാക്കേണ്ടി പറയില്ല കേട്ടോ. ആ ഫ്രഷ് മാംഗോയുടെ ആ ടേസ്റ്റും മുകളിൽ ഒഴിച്ചേക്കുന്ന ഈ ഗ്ലേസും എല്ലാം കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കേണ്ടി പറയുമല്ല, നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിലുള്ള ജ്യൂസി ആയിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് മൊത്തം ഒന്ന് കഴിച്ച് തീർക്കട്ടെ. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ട്രഫിൾ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പൊ അടുത്തന്നെ ഞാൻ അടിപൊളിയുടെ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.